കുഴപ്പമില്ല, സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല. ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, അറിയില്ല. നമ്മൾ വാർത്ത കേട്ടിരിക്കുന്ന മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നു, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആയിട്ടും വർഗീയതയൊക്കെ ആകുന്നതിൻ്റെ ഫലമായി അതിന് ശ്രമിക്കുന്നു എന്നുള്ള രീതിക്ക് കേസെടുത്തിരിക്കുന്നു. അത് അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതി FIR രജിസ്റ്റർ ചെയ്തു, മനാഫിനെ പ്രതി ചേർത്തു എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇതിനകത്ത് മറുനാടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. മറുനാടൻ അതിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. വ്യത്യസ്ത സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഇവിടെ കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്ന പേരിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നു. ഞെട്ടലോടെയാണ് ആ വാർത്ത ഞാൻ വായിച്ചത്. ഞാൻ പരാതി ഒന്ന് പരിശോധിച്ചു നോക്കി. അർജുന്റെ സഹോദരി അഞ്ജു കൊടുത്തിരിക്കുന്ന പരാതിയിൽ മനാഫിനെ കുറിച്ച് പരാമർശമില്ല. മനാഫിനെ കുറിച്ച് ചില പ്രതിഷേധങ്ങളുണ്ട്, അത് തുറന്നു പറഞ്ഞു. അതിനപ്പുറത്തേക്ക് തങ്ങളുടെ കുടുംബത്തെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞ് മനാഫിനെതിരെ അർജുന്റെ സഹോദരി പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ടും പിണറായിയുടെ പോലീസ് മനാഫിനെതിരെ FIR ഇട്ടിരിക്കുന്നു. ഇത് വൃത്തികേടല്ലേ? നികൃഷ്ടമായ പ്രവൃത്തിയല്ലേ? മനാഫ് ചെയ്ത കുറ്റം എന്താണ്? അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ അവിടെ ക്യാമ്പ് ചെയ്തതും അതിനുവേണ്ടി ബഹളം വെച്ചു. ഇപ്പം മറുനാടൻ പറയുന്നത് പുള്ളിക്കാരൻ ആ പരാതി പരിശോധിച്ചപ്പോൾ അതിനകത്ത് അർജുൻ്റെ പെങ്ങൾ മനാഫിനെ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാ. പക്ഷേ അത് പറഞ്ഞിട്ടില്ലെങ്കിലും കുറേയധികം പരാതികളെല്ലാം പറഞ്ഞിട്ട് മനാഫിനെ കൊണ്ട് അത്ര ശല്യമാണ് എന്ന് മുന്നോട്ടെന്നൊക്കെ പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അതല്ലാതെ സർക്കാരിന് ഇപ്പം മനാഫിനോട് വ്യക്തിവൈരാഗ്യമൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ മറുനാടൻ എപ്പോഴും പിണറായി വിജയനെ ഇങ്ങനെ തന്നെ പറയുള്ളൂ. അത് പുള്ളിയുടെ ഒരു ഹോബി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പുള്ളിക്ക് എന്നാലേ ഒരു സമാധാനം വരുള്ളൂ. പക്ഷേ എന്താണേലും ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് ഓർത്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ട കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കണ്ടതാണ്. എല്ലാവർക്കും മനാഫിനെ പോലെ ഒരു സുഹൃത്തിനെ വേണമെന്ന് ആഗ്രഹം. വളരെ കറക്റ്റ് ആകട്ടെ. പക്ഷേ ആർക്കും മനാഫിനെ പോലെ ആകാൻ താല്പര്യമില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്കും തോന്നില്ലേ? എല്ലാവരും മനാഫിനെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അറിയാതെ ആഗ്രഹിച്ചു. പക്ഷെ അപ്പം തന്നെ ഒരു തിരുത്തൽ അവിടെ വേണ്ടേ? എല്ലാവരും മനാഫിനെ പോലെ ആകാനാണ് ശ്രമിക്കേണ്ടത്. അത്രയും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാവാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ എങ്കിൽ അതല്ല നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് മനാഫിനെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നെങ്കിലോ എന്നാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. ഇപ്പോൾ ഇവർ തന്നെ പരാതി കൊടുത്തതിൻ്റെ അകത്ത് മനാഫ് അപ്പം തന്നെ അതിൻ്റെ മറുപടി പറയുന്നുണ്ട്, ക്ഷമ പറയുന്നുണ്ട്. അതാണ് മനസ്സിൻ്റെ ഒരു വലിപ്പം. നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അത് അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഒരു കുടുംബത്തിന് ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുക. കേട്ടല്ലോ, ഈ ഈശ്വർ മാൽപ്പയും മനാഫും ഈ അടുത്ത് നമ്മൾ കണ്ട ഇത്രയധികം അവർ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകരോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈശ്വർ മാൽപ്പ പിന്നെ പുള്ളിയുടെ കുട്ടികൾക്കൊക്കെ ചെറിയ എന്തോ ഒരു അസുഖമൊക്കെ ഉണ്ട് പുള്ളി. അപ്പോൾ അതിൻ്റെ ഒരു ജീവിത വ്രതം പോലെ പുള്ളി ഇങ്ങനെയുള്ള ഇതിൽ പോകുന്നതാണ് മാൽപ്പെ. ആ മാൽപ്പയും കൂട്ടി ഈ അടുത്ത് കേസായെന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകളൊക്കെ വന്നു. അപ്പോൾ ഇവർ രണ്ടുപേര് രാഷ്ട്രീയക്കാരല്ല, ചാരിറ്റി പ്രവർത്തകരല്ല, സാമൂഹ്യ സേവകരല്ല, ഇതൊന്നുമല്ലാഞ്ഞിട്ടും ശരിക്കും ഈ വാചകമടിയിലല്ല കാര്യം, പ്രവർത്തനത്തിലാണ് കാര്യം എന്ന് നമുക്ക് കാണിച്ചു തന്ന രണ്ട് വ്യക്തികളാണ് അല്ലേ?
ഈ അർജുൻ്റെ അമ്മയോട് അർജുനെ കൊണ്ടേ വരുവുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗംഗാവാലി പുഴയുടെ തീരത്ത് എന്നും പോയി നിന്നെ ഞാൻ തോപ്പിക്കും നീ ശക്തിയായിട്ട് ഒഴിക്കോ, നിന്നെ ഞാൻ തോപ്പിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ഒരു ഇച്ഛാശക്തി, ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു പ്രാവശ്യം അടി കിട്ടിയിരുന്നെന്ന് നിങ്ങൾ ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ ആ മണ്ണിനടിയിൽ നോക്കാം എന്ന് പറയുമ്പം അവിടെയും അർജുൻ്റെ ഫാമിലിയുടെ ഒരു മിസ്റ്റേക്ക് ഇല്ലേ. ഫോൺ റിങ് ചെയ്തു എന്ന് ഇവർ പറഞ്ഞിട്ടാണ് മണ്ണിനടിയിൽ കാണുമെന്നും പറഞ്ഞ് മനാഫ് അന്ന് മണ്ണിൻ്റെ അവിടെ പിന്നെ രഞ്ജിത്ത് ഇസ്രയേലും ഒക്കെ കൂടി കുഴിക്കാനൊരുങ്ങിയതിൻ്റെ അകത്ത് ഇവർ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഇതുകൊണ്ടാണ് എന്താണെങ്കിലും അവിടെ നിന്ന് പിടിവിടാതെ നിന്ന് ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച ഒരു മനുഷ്യനാണ്. അതിൻ്റെ അകത്തൊന്നും ഭൗതിക നേട്ടങ്ങളൊന്നും പുള്ളി പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം കേൾക്കുന്നതെല്ലാം വളരെ ഇതാണ്. പിന്നെ ഈ അർജുൻ്റെ ഫാമിലിയോട് നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യരുത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ നഷ്ടമാണ്. ആ നഷ്ടത്തിൻ്റെ കൂടി ഇപ്പോൾ അവർ വന്ന് ഈ പരാതി ഇങ്ങനെ പറഞ്ഞതോടുകൂടി മനാഫിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കുതിച്ചുയർന്ന് 4 ലക്ഷമൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ മനാഫിനോട് ജനങ്ങൾക്ക് ഇഷ്ടമായി. മനാഫിനോട് ജനങ്ങൾക്ക് എന്തോരം ഇഷ്ടമായോ അത്രയും അർജുൻ്റെ ഫാമിലിയെ ജനങ്ങൾ വെറുത്തു. കാരണം അവരുടെ പത്രസമ്മേളനം നടത്തിയതുകൊണ്ടൊക്കെയാണ് വെറുത്തത്. പക്ഷേ അവരുടെ ഭാഗത്ത് കുറേയധികം ന്യായങ്ങളുണ്ട്, അവരുടെ മാനസിക വിഷമങ്ങളുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവരെയും ഇവരെയും തമ്മിൽ തെറ്റിക്കുന്ന കുറേ വേറെ ചില കൃമികൾ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട്. ഒരു കൃമി പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ പണ്ട് നമ്മുടെ തുവൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടേയിട്ടില്ലേ, അതുപോലെ കൊണ്ടയിടണം എന്ന് തോന്നുക. കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ്. ഇതുപോലുള്ള വർഗീയവാദികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒന്നും പറയാനില്ല അതേപ്പറ്റി. ഇയാൾ പറഞ്ഞതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് എന്ത് പറയാനാണ്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി ഞെട്ടലാണ്. കാലം ഇത്രയും ഒരുമിച്ചിട്ട് ഈ ജാതിയുടെ പേരിൽ എൻ്റെ പൊന്നോ എന്തൊരു വിഷമാണ് തുപ്പുന്നത് അല്ലേ. ജാതി മതം എന്നുള്ള രീതിക്ക് തന്നെ ഒരു നല്ല പ്രവൃത്തി ആ മനുഷ്യൻ ചെയ്തിട്ട് പ്രതിഫലിച്ച് ഒന്നും കൂടാതെ മനാഫ് അത് അവർ തമ്മിലുള്ള വ്യക്തിബന്ധവും കൂടെ കാണും ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ നിന്ന് ആ അർജുൻ എന്നുള്ളൊരു മന്ത്രം ഉരുവിട്ട് നിന്ന് അതുപോലെ ഒരു പ്രതിഫലിച്ചില്ലാതെ നിന്ന ഒരു മനുഷ്യൻ ആദ്യം എന്തെല്ലാം പറഞ്ഞു, അയ്യോ വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം പറഞ്ഞു തന്ന ഒരു മനുഷ്യനെ പറ്റി ഇത്രയും വിഷം തുപ്പി വിടാനൊക്കെ ഇതുപോലുള്ള കുറേ യൂട്യൂബ് ചാനലാണിത്, ഇതുപോലുള്ളവർക്കുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അർജുൻ്റെ ഫാമിലിയുടെ അടുത്ത് ഇതേപോലെ വിഷം തുപ്പിയ കുറേ ആൾക്കാരുണ്ട്. അത് വെച്ചാണ് അവർ മനാഫിനെതിരെ തിരിഞ്ഞ് പത്രസമ്മേളനം നടത്തി. അതേ സമയത്ത് അവർ ആ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് മനാഫിനെ വിളിച്ച് സംസാരിച്ചാൽ മതി. മനാഫ് ഫോൺ എടുത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഫോൺ എടുത്തില്ലെങ്കിലും നേരെയാണേലും വിളിച്ച് സംസാരിച്ച് ഇവരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റായിരുന്നു. അതിന് പകരം അവർ പോയി മീഡിയയ്ക്ക് മുന്നിൽ നിന്ന്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ വളർന്നു, അതേ ഉള്ളൂ. മനാഫിനോട് ജനങ്ങളൊപ്പം നിൽക്കുകയും ചെയ്തു, ഇവരെ വെറുക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം ഈ കേരളത്തിലെ അല്ല ലോകം മൊത്തം എന്ന് പറയുന്ന പോലെയുള്ള ആൾക്കാർ ആ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം ഒരേപോലെ നിന്നാണ്. ആ നിന്ന മനുഷ്യരുടെ ഇഷ്ടത്തെ അവർ കളഞ്ഞു വിട്ടത്. പക്ഷേ നിങ്ങളിപ്പം ഈ ഒരവസ്ഥയിൽ ഈ രണ്ട് കൂട്ടരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അർജുൻ്റെ ഫാമിലിയുടെയിലല്ല കുറ്റം, മനാഫിൻ്റെയിലല്ല കുറ്റം. ഞാനിപ്പോൾ ഈ കാണിച്ച പോലത്തെ കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മനുഷ്യരാണ് ഇത്? എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനെ വർഗീയത, വിഷം തുപ്പുക എന്നുള്ള വർഗീയത. അവരാണ് കളിക്കുന്നത്, അല്ലാതെ അർജുൻ്റെ ഫാമിലിയും മനാഫും അല്ല. പിന്നെ മനാഫിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു നന്മ ഒന്നുകൂടെ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. 75,000 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞതിന് ഈ അർജുൻ്റെ ഫാമിലി തർക്കിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ട് മനാഫ് പറയുന്നുണ്ട്, ഇത്രയും ചെറിയ പയ്യനായ ഇവൻ 75,000 രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞിങ്ങനെ വെക്കുമ്പം അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തുള്ള അവൻ 60 വയസ്സ് വരെ ജോലി ചെയ്യുന്നു. അപ്പോൾ അവന് ഇത്രയധികം ശമ്പളം കിട്ടും അല്ലേ. 75,000 രൂപ മാസം മേടിക്കുന്ന ഒരു മനുഷ്യൻ 60 വയസ്സ് വരെ ജോലി ചെയ്താൽ ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കോടികൾ ഉണ്ടാക്കുന്നു. അപ്പം അതനുസരിച്ച് ഇൻഷുറൻസ് തുക കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. പക്ഷേ 75,000 മേടിച്ചതിൻ്റെ രേഖയുണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ ആ ഒരു ഓഡിയോ ഞങ്ങളുടെ നമുക്ക് കേൾക്കാം. അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്.
ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടും. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ ഒരു ഉപയോഗമില്ല. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഇപ്പം മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ 8,000 പേരുണ്ടായിരുന്നുള്ളൂ. ഇവരൊരു പത്രസമ്മേളനം നടത്തിയോടെ ജനങ്ങൾക്കൊരു പ്രതിഷേധം അല്ലെ ഒരു ഇഷ്ടം മനാഫിനോട് കൂടിയതാണ്. അത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഈ 2 കൂട്ടർ തമ്മിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിൻ്റെ പുറത്ത് അവർ മീഡിയയ്ക്ക് മുന്നിൽ പോയതുകൊണ്ട്. അപ്പോൾ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തൊരു പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ കലികാലം എന്ന് പറയുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ ഇത്ര മനുഷ്യത്വപരമായിട്ട് ഒത്തിരി സംസാരിക്കാനും അങ്ങനെ ഒന്നും അറിയത്തില്ല. കാരണം അതുകൊണ്ടാണ് പുള്ളി ഒരു നിഷ്കളങ്കനായതുകൊണ്ടാണ് പുള്ളി ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ അർജുനന് പേരിടും എൻ്റെ യൂട്യൂബ് ചാനലിൽ, അങ്ങനെ ഒരു രീതി പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി അപ്പം തന്നെ പുള്ളി അതിനെ തെറ്റാണ് എന്ന് തോന്നി ആ സമയത്ത് തന്നെ പുള്ളി അതിനെ തിരുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ സാധുവായ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, നന്മ മനസ്സിലുള്ള ഒരു മനുഷ്യനാണ്. അത് സാധാരണ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഇത് പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് വിഷമം അങ്ങനെയൊക്കെ വരുന്നതായിട്ടൊരു സാധാ വ്യക്തി, കപടതയൊന്നും അറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 ലക്ഷം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇത്. ഇപ്പം അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് പൈസ കിട്ടും. ആ പൈസ എന്ന ലക്ഷ്യത്തോടു കൂടി വീഡിയോ ചെയ്യുന്നവരാണ് അധികം യൂട്യൂബേഴ്സ്. മോണിറ്റൈസ് ചെയ്യാന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ മനാഫ് മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയല്ല പുള്ളി അത് ചെയ്തത്. പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള ഒരു തോന്നലും, അല്ലെ മറ്റൊരാളോട് കുറച്ചിങ്ങനെ യൂട്യൂബിൽ കുറച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ, അപ്പം ആ മനസ്സിൻ്റെ വിഷമം അങ്ങ് സംസാരിക്കുമ്പോൾ മാറും. മനസ്സിലുള്ളത് എനിക്ക് എപ്പോഴും മീഡിയക്കാർ കൂടെ മുന്നിൽ നിന്ന് എപ്പോഴും പറയണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി ഞാൻ ഒരു ചാനൽ തുടങ്ങിയ അന്നങ്ങനെ പറയാതെ ആ മീഡിയക്കാരിൽ ആരോ ഒരാൾ പറഞ്ഞാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പം പുള്ളിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം പുള്ളിക്ക് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു ചാനൽ തുടങ്ങിയെന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാനോ ഈ അർജുനെ വിറ്റ് കാശാക്കാനോ അങ്ങനെയുള്ള ഒരു ലക്ഷ്യങ്ങളും അതിൻ്റെ അകത്തില്ല. അത് നമുക്ക് ആ ചാനൽ കാണുമ്പോൾ അറിയാൻ ചെയ്യാം. അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം അറിയാൻ മേലാത്തൊരു പോയി പുള്ളിയുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.